ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീക്കെൻഡ് പി എസ് സി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വേരിയസ് ഡ്രൈവർ അല്ലെങ്കിൽ 10ാം ക്ലാസ് നിലവാരത്തിൽ വരാനായിട്ട് കുറച്ച് എക്സാമുകളുണ്ടല്ലേ. വേരിയസ് ഡ്രൈവർ ഉണ്ട്, LDV, HDV ജില്ലാതലമായിട്ട് വരുന്ന എക്സാമുകൾ, പിന്നെ കമ്പനി കോർപ്പറേറ്റ് ഡ്രൈവർ എക്സാമുകൾ, പിന്നെ ഒരു പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ എന്നുള്ള ഒരു 10th ലെവലിൽ വരുന്ന ഒരു എക്സാം, പിന്നെ NCAയിൽ വിളിച്ചിരിക്കുന്ന കുറച്ച് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികകൾ. ഇത്രയും പോസ്റ്റുകളിലോട്ടുള്ള എക്സാമുകൾ ഏകദേശം ഓഗസ്റ്റ്, സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസമായിട്ട് നടക്കുമെന്നാണ് ആനുവൽ കലണ്ടർ പ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചാൻസ് ഓഗസ്റ്റിൽ തന്നെ നടക്കാനായിട്ടാണ്, അങ്ങനെയാണ് സാധാരണ നടക്കാറ്. ഓക്കെ, അപ്പോൾ അതിന് ആ ഒരു എക്സാമുകൾ 10th ലെവലിൽ വരുന്ന ഡ്രൈവർ എക്സാമുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഞാൻ ആ നോട്ടിഫിക്കേഷനും അത് അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറേ ആളുകൾ മെസ്സേജ് അയച്ചു, ഇതിൻ്റെ സിലബസ് എങ്ങനെയാണ്, ഇത് എന്താണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ തരാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് തന്നെ ഈ 10th ലെവലിൽ 2 തരത്തിലാണ് ഡ്രൈവർ എക്സാമുകൾ നടക്കുന്നത്. പണ്ട് ഒരു കൊല്ലം മുൻപ് വരെ എല്ലാ എക്സാമുകളും 10th ലെവൽ ഒറ്റ സിലബസിലാണ് നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം മുതൽ അത് മാറിയിട്ട് 10th ലെവൽ എക്സാമും 12th ലെവൽ എക്സാമും രണ്ടെണ്ണമായി. അതായത് പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ എന്ന 2 എക്സാമുകൾ +2 ലെവലിലും ബാക്കിയുള്ള ഡ്രൈവർ എക്സാമുകളെല്ലാം 10th ലെവലിലുമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടിനും സിലബസും വ്യത്യാസമാണ്. പണ്ട് 10th ലെവൽ സിലബസ് എന്ന് പറഞ്ഞാൽ 50 മാർക്കിൻ്റെ GK കറണ്ട് അഫെയർ വരുന്ന ഭാഗങ്ങളും 50 മാർക്കിൻ്റെ ഡ്രൈവർ ടോപ്പിക്കുമാണ്. ഈ 50 മാർക്കിൻ്റെ ഡ്രൈവർ ടോപ്പിക്കിൽ എന്ത് പഠിക്കണമെന്ന് 10th ലെവൽ സിലബസിൽ നൽകിയിട്ടില്ല. 50 മാർക്കിൻ്റെ ഡ്രൈവർ പാർട്ട് എന്ന് മാത്രമേ നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് അതിനകത്ത് എന്ത് പഠിക്കണം എന്നുള്ളൊരു ഡീറ്റെയിൽ സിലബസ് ഇല്ലായിരുന്നു. സാധാരണഗതിയിൽ പല കാര്യങ്ങൾ അതിനകത്ത് ചോദിക്കും. നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് റോഡ് റെഗുലേഷൻസ് എന്നുള്ള ചോദ്യങ്ങൾ വരും. അതേപോലെ തന്നെ എൻജിൻ സംബന്ധമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ വരും. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ സിഗ്നലുകൾ, റോഡിൻ്റെ ഓരോ സിഗ്നൽ തന്നിട്ട് ഈ സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ആ രീതിയിൽ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസാണ് അതിനകത്ത് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 12th ലെവൽ സിലബസ് എന്ന് പറയുമ്പോഴത്തേന് 30 മാർക്കിനാണ് ഡ്രൈവർ പാർട്ട്. പക്ഷേ അത് കൃത്യമായിട്ട് ഓരോ മൊഡ്യൂൾ തിരിച്ച് ഓരോ മൊഡ്യൂളിലും എത്ര മാർക്കുണ്ടെന്നും അതിനകത്ത് നിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നും ഡീറ്റെയിൽ ആയിട്ട് CMVR റൂള്, KMVR റൂള്, മോട്ടോർ വാഹന ആക്ടിലെ ഇത്ര സെക്ഷനുകൾ എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പം ഏറ്റവും അവസാനം നടന്ന സാധാരണ 10th ലെവൽ ഡ്രൈവർ എക്സാം എടുത്താൽ, അതായത് എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ഒരു കോമൺ എക്സാം ആയിരുന്നു. ഫോറസ്റ്റ് ഡ്രൈവർ, പിന്നെ ബാങ്ക് ഡ്രൈവറൊക്കെ വന്ന ഒരു കോമൺ എക്സാം ആയിരുന്നു, കഴിഞ്ഞ വർഷമാണ് നടന്നത്. അതാണ് ഏറ്റവും അവസാനം ചോദിച്ച 10th ലെവൽ എക്സാം എന്ന് പറയുന്നത്. ആ ഒരു എക്സാം എടുത്ത് നോക്കിയാൽ കാണാം, ഇതിന് മുമ്പുള്ള 10th ലെവൽ എക്സാമുകളെ അപേക്ഷിച്ച് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്തെന്ന് പറഞ്ഞാൽ സാധാരണ രീതി ചോദിച്ച് വരുന്ന ആ ഒരു ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യാസമായി നമ്മുടെ 12th ലെവൽ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ചോദിക്കാനായിട്ട് തുടങ്ങി. ഞാൻ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പം പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, അതിൻ്റെ വർക്കൗട്ട് ഓരോന്ന് വിധം ചെയ്യുന്നതും അത് എവിടെ നിന്നാണ് വന്നതെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് കാണാൻ താല്പര്യമുള്ളവർക്ക്, ആ ക്വസ്റ്റ്യൻസൊക്കെ ഫെമിലിയർ ആയിട്ടിരിക്കുന്നത് എപ്പോഴും നല്ലതാണല്ലേ. ഏറ്റവും അവസാനം ചോദിച്ച എക്സാമാണ്, അതിൽ നിന്ന് തന്നെ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇനി പുതുതായിട്ട് പഠിക്കാൻ പോകുമ്പം എന്ത് ചോദിക്കും എന്ന് മനസ്സിലാക്കാനായിട്ടും ആ ഒരു സംഭവം അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു എക്സാമുകൾ നോക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ആ കാര്യം കൂടെ നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജസ്റ്റ് നമ്മൾ ഈ ഒരു വേരിയസ് ഡ്രൈവർ അല്ലെങ്കിൽ ഈ 10th ലെവൽ എക്സാം ഡ്രൈവേഴ്സിനും 12th ലെവൽ എക്സാം ഡ്രൈവേഴ്സിനും ഉള്ള ടോപ്പിക്ക് ഏകദേശം ഒരുപോലെയാകുന്ന ഒരു ടെൻഡൻസിയാണ് PSCയുടെ അവസാനത്തെ ഡ്രൈവർ എക്സാമിൽ നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ ഡ്രൈവർ എക്സാം വിളിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇനി എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷേ ഏറ്റവും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസ് ഏറ്റവും അവസാനം നടന്ന എക്സാം പോലെ തന്നെ നടക്കാനുള്ള സാധ്യതയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ സിലബസിൽ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കൂടുതലും ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആകുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ +2 ലെവൽ സിലബസ് കൃത്യമായ സിലബസും എന്തൊക്കെ ചോദിക്കണമെന്ന് കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഇടാനും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസിലെ തെറ്റുകളും ഉണ്ടാകാനിടയുള്ള തെറ്റുകളുടെ അളവിലും കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഏറ്റവും അവസാനത്തെ എക്സാമുകളിൽ നിന്നും
എക്സാമുകളിൽ ഈ ഒരു രീതിയിൽ ചോദിച്ചത്. അതേപോലെ തന്നെ പ്ലസ് 2 ലെവലിന് ഓൾറെഡി എല്ലാ വർഷം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് കുറേ എണ്ണം ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്തിടും. ആ ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിനകത്ത് ചോദിക്കാനായിട്ടും സാധ്യത. അപ്പം വേരിയസ് ഡ്രൈവറിനെ സംബന്ധിച്ച് ഇത് ഇതിന് വേണ്ടിയിട്ട് വരുന്നവർ ഓൾറെഡി 10th ലെവലിലേയും പഠിക്കണം, പ്ലസ് 2 ലെവലിലേയും പഠിക്കണം. 10th ലെവലിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് പ്ലസ് 2 ലെവലിലെ പഠിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്വസ്റ്റ്യൻസിൽ അതാണ് കൂടുതലായിട്ട് വരാൻ സാധ്യത. നമ്മൾ ജസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ പ്ലസ് 2 ലെവലിലും 10th ലെവലിലും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് റോഡ് റെഗുലേഷൻ 2017 എന്ന് പറയുന്നത്. ഈ റോഡ് റെഗുലേഷനിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ രണ്ട് പരീക്ഷയ്ക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനിന്ന് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഞാനൊരു റോഡ് റെഗുലേഷൻ്റെ ക്ലാസ് ഇപ്പം നമ്മുടെ ഓൾറെഡി ഈ ഒരു ഡ്രൈവർ ബാച്ച് നടക്കുന്നുണ്ട്. ആ ഡ്രൈവർ ബാച്ചിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് റെഗുലേഷൻ ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കും. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ആ വീഡിയോയും കൂടെ കാണുക. അപ്പം പറഞ്ഞത് ക്ലിയർ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ പ്ലസ് 2 ലെവലിൽ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൂടെ പഠിച്ചാൽ മാത്രമേ ഇനി 10th ലെവൽ എക്സാമുകൾക്കും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒത്തിരി ആളുകൾ ചോദിച്ചു ഇതിനകത്ത് പഠിച്ചാൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്, വേക്കൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഈ വേരിയസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡ്രൈവർമാരെ എടുക്കുന്ന ഒരു തസ്തികയാണ്. എന്നിരുന്നാൽ പോലും ഇതോരോ ജില്ല ഒത്തിരി വേക്കൻസി പോലീസ് ഡ്രൈവർ, ഫയർ ഡ്രൈവർ പോലെ ഒത്തിരി വേക്കൻസികൾ വരുന്ന പോസ്റ്റല്ല. ഓരോ ജില്ലയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഒരു കണക്കിലുള്ള വേക്കൻസീസാണ് ഇതിനകത്ത് വരാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോമ്പറ്റീഷൻ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ അവസാനത്തെ എക്സാം നോക്കിയാൽ 80ൻ്റെ മേളിൽ കട്ട് ഓഫ് പോയി ഡ്രൈവറിൻ്റെ എക്സാമിൻ്റെ 80. അത് 5 വേക്കൻസി 6 വേക്കൻസി ഏതാണ്ടേ ഉള്ളൂ. സ്റ്റേറ്റ് വൈഡാണ് വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് വൈഡ് അല്ലാതെ നമുക്ക് വരുന്ന എക്സാമാണ് ഈ വേരിയസ് ഡ്രൈവർ. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഡ്രൈവർ എക്സാമുകൾ ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. അതേപോലെ തന്നെ ഓർക്കുക, ചെറിയ മാർക്കുകളൊന്നും മേടിച്ചാൽ ഇത് ഒത്തിരി പേരെ എടുക്കുന്ന പോസ്റ്റൊന്നുമല്ല. ആവശ്യത്തിന് ആളുകളെ അതിനനുസരിച്ച് വരുന്നതനുസരിച്ച് വണ്ടികളുടെ വേക്കൻസി അനുസരിച്ച് എടുക്കുന്ന ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു ബൾക്ക് വേക്കൻസി ജസ്റ്റ് ഞാൻ ഡ്രൈവർ പാർട്ട് മാത്രം പഠിച്ചാൽ കിട്ടും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട, അങ്ങനെ കിട്ടത്തില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കട്ട് ഓഫ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല എല്ലാ PSC പരീക്ഷകളുടെയും കട്ട് ഓഫ് കൂടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലെ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടെ റാങ്ക് ലിസ്റ്റും എല്ലാം ആളുകളെ കുറയ്ക്കുന്ന രീതിയാണ് കാണുന്നത്. അതായത് അത്യാവശ്യം വേണ്ട ആളുകളെ മാത്രം ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് കട്ട് ഓഫ് കൂടും. അപ്പം GK എടുക്കുവാണെങ്കിൽ ഈ ഒരു വേരിയസ് 10th ലെവലിൻ്റെ GK വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, വളരെ പാടായിട്ടുള്ള GK ആണ്. പക്ഷേ 10th ലെവലിലോട്ട് വരുമ്പോഴത്തേന് അത് പാഠപുസ്തകത്തെ ബേസ് ചെയ്താണ് സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, കുറച്ചുകൂടെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവർ പരീക്ഷകളിൽ എളുപ്പമായിട്ട് വരുന്നത് ഈ 10th ലെവലാണ്. അപ്പോൾ ഈ ഒരു ഡ്രൈവർ ടോപ്പിക്ക് നല്ലതായിട്ട് പഠിച്ച് GKയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കണ്ടവർക്ക് അതുകൂടെ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഞാനിന്ന് എടുക്കാൻ പോണ റോഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അത് ഇപ്പോൾ ഈ ഒരു ക്ലാസ് കാണുമ്പോൾ തന്നെ ഇപ്പം ഞാൻ 5 റെഗുലേഷനെ പഠിപ്പിച്ചിട്ടുള്ളൂ, പഠിപ്പിക്കുന്നുള്ളൂ. ഈ ഒരു 5 റെഗുലേഷൻ തന്നെ പല പരീക്ഷയ്ക്കും ആവർത്തിച്ച് പണ്ട് മുതലുള്ള ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ പലതവണ ആവർത്തിച്ച ക്വസ്റ്റ്യനുകളാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് റോഡ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അതുകൂടെ കാണാം. അപ്പോൾ ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഡ്രൈവർ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. നമുക്ക് ഇനി ഒരു 2-3 ദിവസവും കൂടെ 15-ാം തീയതി വരെ ഒരു ഓഫറുണ്ട്. ഇപ്പോൾ എടുക്കുവാണെങ്കിൽ 249 രൂപയ്ക്ക് വേരിയസ് ഡ്രൈവറിൻ്റെ കോഴ്സ് ലഭിക്കും. പോലീസ് ഡ്രൈവർ, ഫയർ ഡ്രൈവർ അതിൻ്റെയൊക്കെ കോഴ്സസ് ആണെങ്കിൽ 399 രൂപയാണ് വരുന്നത്. ഈ ഒരു ഓഫർ 249ൻ്റെ ഓഫർ 15-ാം തീയതി വരെ ഉള്ളൂ. 15-ാം തീയതിക്ക് ശേഷം ഈ ഒരു വേരിയസ് ഡ്രൈവറിൻ്റെയും 399 രൂപ എന്നൊരു പ്രൈസിലോട്ട് വരും. അപ്പം നമുക്ക് വരുന്നത് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്കാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. മറ്റേ CPOയ്ക്കും ഫയർമാനും ആ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കും ഡ്രൈവർ ടോപ്പിക്കും ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ താഴെ എൻ്റെ നമ്പർ കാണും, അതിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.
ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീക്കെൻഡ് PSC യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ മൊഡ്യൂൾ 2-ലെ മൂന്നാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ 2 വീഡിയോകളിൽ നമ്മൾ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും പഠിച്ചു എന്ന് കരുതുന്നു. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോഡ് റെഗുലേഷൻ 2017. ഈ ഡ്രൈവർ എക്സാമുകളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് റെഗുലേഷൻ 2017. ഇതിൽ നമ്മൾ വാഹനം ഓരോ റോഡിലൂടെ ഓടിക്കേണ്ട രീതികളും അതേപോലെയുള്ള ഓരോ റെഗുലേഷൻസാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്ക് കാര്യം കേട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം മനസ്സിലാക്കി പഠിച്ച് വെക്കാൻ, കാണാതെ പഠിക്കാൻ പറ്റത്തില്ല. കാരണം 40ഓളം റെഗുലേഷൻസ് ഉണ്ട്. ഇതെല്ലാം ഓരോ പോയിന്റ് വെച്ച് കാണാതെ പഠിക്കുന്നതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. ഇത് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് വാഹനം ഓടിക്കുന്നവരായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. നമുക്കറിയാൻ മേലാത്ത കുറച്ച് കാര്യങ്ങളും വാക്കുകളും ഒക്കെ ഇതിനകത്തുണ്ടാകും. അത് മാത്രം ജസ്റ്റ് നമ്മൾ ഓർത്ത് മനസ്സിലാക്കിയിരിക്കുക. കൂടുതൽ തവണ ഈ ഒരു ഭാഗം വായിച്ചും ക്ലാസ് കണ്ടും മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള മാർക്ക് ലഭിക്കും. ഇവിടെ ഈ ഭാഗത്തു നിന്ന് ചുമ്മാ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകൾ 3-4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ട് ശരിയേത് തെറ്റേതെന്നൊക്കെയുള്ള രീതി ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അവർ തരുന്നത്. നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് പരീക്ഷ ഹാളിലിരിക്കുമ്പോൾ തോന്നിക്കുന്ന രീതിയിലാണ് അവർ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റെഗുലേഷൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കേണ്ടത് ഇപ്പോൾ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഗുലേഷൻസ് കംപ്ലീറ്റ് ഞാൻ ഓരോ ഭാഗമായിട്ട് ഇപ്പം ഞാൻ 5-6 റെഗുലേഷൻസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഓരോ പാർട്ടായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ നോട്ടിൽ വേണ്ട പോയിൻ്റായിട്ട് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ നോട്ടിൽ, ഈ നമ്മുടെ PPTയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒത്തിരി ഉണ്ട്. ഒരു പോയിന്റ് തന്നെ എടുത്ത് അത് വലിച്ച് നീട്ടി കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നോട്ടിനകത്ത് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇതിന് ശേഷം ഈ ഒരു ക്ലാസ്സിന് ശേഷം ഞാൻ ആപ്പ് വഴി തരുന്ന നോട്ടിനകത്ത് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ റെഗുലേഷൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പോയിൻറ്റ്സ് മാത്രം ആഡ് ചെയ്തിട്ട് ആ പോയിൻറ്റ്സ് വെച്ച് എല്ലാ കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു പോകും. അതിനുശേഷം നിങ്ങൾ ഈ ക്ലാസ് കൃത്യമായിട്ട് കണ്ടിട്ട് ആ റെഗുലേഷനൂടെ വായിച്ച് നോക്കിയാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പോയിൻ്റ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് റെഗുലേഷനിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് 3 റെഗുലേഷൻ 1, റെഗുലേഷൻ 2, റെഗുലേഷൻ 3 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്പർ തരുന്നുണ്ടെങ്കിലും ഇതുവരെ പരീക്ഷകൾക്ക് റെഗുലേഷൻസിൻ്റെ നമ്പർ ചോദിച്ചിട്ടില്ല. അത് സാധാരണ ലോജിക്ക് വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ റെഗുലേഷൻ്റെ നമ്പറുകൾ അത്യാവശ്യമുള്ള കാര്യമല്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ചോദിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ റെഗുലേഷൻ്റെ നമ്പരല്ല പഠിക്കേണ്ടത്, അതിനകത്ത് എന്താണ് ഉള്ളടക്കത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പഠിക്കേണ്ടത്. സാധാരണഗതിയിൽ 3 മുതൽ 10 വരെയുള്ള റെഗുലേഷനുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. 1ഉം 2ഉം ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഈ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അതിനകത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ നോക്കാനുള്ളൂ. പ്രധാനമായിട്ടും 3 മുതൽ 40 വരെയുള്ള റെഗുലേഷൻസാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ റെഗുലേഷൻ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഡെഫിനിഷനുകൾ നമ്മൾ നിയമം പഠിച്ചപ്പം പറഞ്ഞായിരുന്നു, കുറച്ച് നിർവചനങ്ങൾ. ഈ ഒരു റെഗുലേഷനിൽ കുറച്ച് വാക്കുകൾ കാണുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിരിക്കണം. അപ്പോൾ അങ്ങനെ അത് കുറച്ച് വാക്കുകളാണ് ആദ്യമായിട്ട് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ആദ്യമായിട്ട് ക്യാരിയേജ് വേ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്യാരിയേജ് വേ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനം ഇതിൽ ഓടിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അല്ലേ, റോഡ് വഴിയാണ് വാഹനം ഓടിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതല്ല കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ. റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ഫിഗർ കാണിക്കും, ഇതൊരു റോഡാണല്ലേ, ഇതിലൊത്തിരി കാര്യങ്ങൾ റോഡിലുണ്ടല്ലേ. നമ്മുടെ വാഹനം ഓടിക്കുന്ന ഒരു പോർഷനുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ ഒരു ഡിവൈഡറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഇവിടെ ഒരു ഫുട്പാത്ത് കാണും. ഇതെല്ലാം റോഡെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നതെല്ലാം. അപ്പം റോഡിലൂടെയാണ് വാഹനം ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ അല്ല. നമ്മൾ ഈ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് കറക്റ്റായിട്ടുള്ള ആൻസർ അല്ല. എന്നാലും നമ്മൾ കോമൺലി പറയും റോഡ് വഴിയാണ് ഓടുന്നതെന്ന് പറയും. പക്ഷേ നമുക്ക് ഡെഫിനിഷൻ പ്രകാരം നമ്മുടെ വാഹനം ഓടുന്നത് ക്യാരിയേജ് വേയിലൂടെയാണ്. ഇത് കണ്ടോ, നമ്മുടെ റോഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന വാഹനങ്ങൾ ഓടുന്ന ഈ സ്ഥലത്തിനെയാണ് ക്യാരിയേജ് വേ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ വാഹനങ്ങൾ ഓടുന്ന റോഡിൻ്റെ ഭാഗത്തിനെയാണ് നമ്മൾ ക്യാരിയേജ് വേ എന്ന് പറയുന്നത്. അത് പലതരത്തിലുണ്ട്. സിംഗിൾ ക്യാരിയേജ് വേ, ഡബിൾ ക്യാരിയേജ് വേ, അത് റോഡനുസരിച്ച് വ്യത്യാസപ്പെടും. നമ്മൾ ക്യാരിയേജ് വേ എന്താണെന്നുള്ള കാര്യം പഠിച്ചാൽ മതി. നമ്മുടെ വാഹനം ഓടിക്കാൻ ഉപയോഗിക്കുന്ന റോഡിൻ്റെ ഭാഗത്തിനെയാണ് ക്യാരിയേജ് വേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്യാരിയേജ് വേ എന്ന് പറഞ്ഞത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളുടെ ഈ റോഡുകൾ കൂടിച്ചേരുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെ നമ്മുടെ
ടി പോലെ പല സ്ഥലങ്ങളുണ്ടല്ലേ, ഇങ്ങനെ TA LA അതേപോലെ പല ഇൻ്റർസെക്ഷനുണ്ട്. ഇങ്ങനെ ഒരു ഇൻ്റർസെക്ഷൻ വരാം, അല്ലെങ്കിൽ ജംഗ്ഷൻ പോലെയുള്ള 4 റോഡുകൾ വന്നു ചേരുന്ന ഇൻ്റർസെക്ഷനുകൾ വരാം. ഓക്കെ, ഇങ്ങനെ ഇൻ്റർസെക്ഷനുകൾ, ഇതിനെയാണ് ഇൻ്റർസെക്ഷൻ. ജംഗ്ഷൻ പോലെ റോഡുകൾ കൂടിച്ചേരുന്ന സ്ഥലങ്ങളെയാണ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ഓഫ് വേ എന്ന് പറഞ്ഞാൽ അത് തന്നെ അതിൻ്റെ ഇംഗ്ലീഷിൻ്റെ മലയാളം എടുത്താൽ തന്നെ ശരിയായ വഴി എന്നാണ് അർത്ഥം. ശരിയായ വഴി അതുകൊണ്ട് മീൻ ചെയ്യുന്ന റൈറ്റ് ഓഫ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില റോഡുകളിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചില വാഹനങ്ങൾക്ക് മുൻഗണന ഉണ്ട്. അതിനെയാണ് റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വലിയൊരു കയറ്റം വാഹനങ്ങൾ മുകളിലോട്ട് കയറുന്നുമുണ്ട്, താഴോട്ട് ഇറങ്ങുന്നുമുണ്ട്. ഈ റൈറ്റ് ഓഫ് വേ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു വാഹനത്തിന് റൈറ്റ് ഓഫ് വേ ആണ്. അതായത് അവർക്കൊരു മുൻഗണനയുണ്ട്. താഴെ നിന്ന് മേളിലോട്ട് പോണ വാഹനങ്ങൾ അവർക്ക് മുൻഗണനയുണ്ട്. കാരണം മറ്റേ വാഹനങ്ങൾ, മേളിൽ നിന്നും താഴോട്ട് വരുന്ന വാഹനങ്ങൾ എപ്പോഴും താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന വാഹനങ്ങൾക്ക് ഒരു മുൻഗണന നൽകണം. കാരണം അവർക്ക് സ്ഥലം കൊടുത്ത് ഇവർ വേണം വാഹനം നിർത്തിയിടാൻ. മേളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് താഴോട്ട് പോകാനായിട്ട് താഴെ നിന്ന് മേളിലോട്ട് വരുന്ന വാഹനങ്ങൾ നിർത്തി കൊടുക്കുകയല്ല വേണ്ടത്. പകരം മേളിൽ നിന്ന് ഏത് വാഹനമാണോ വരുന്നത് ആ വാഹനം നിർത്തി കൊടുക്കുക. മേളിലോട്ട് കയറിപ്പോണ വാഹനങ്ങൾ കയറിപ്പോകുക. നമുക്കറിയാം അല്ലേ, വാഹനം കയറ്റം കയറുന്നതാണ് ബുദ്ധിമുട്ട്. ഇപ്പം വലിയ ലോഡൊക്കെ ആയിട്ട് വരുന്ന വണ്ടി, വേറൊരു വണ്ടി താഴോട്ട് വരുന്ന വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ വേണ്ടി നിർത്തിക്കഴിഞ്ഞാൽ, വലിയൊരു കയറ്റത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും എടുക്കുമ്പോഴത്തേന് വാഹനം പൊങ്ങാനും അതേപോലെ വാഹനം പുറകോട്ട് ഉരുളാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, റൈറ്റ് ഓഫ് വേ കൊടുക്കുക. അതായത് താഴെ നിന്ന് മേളിലോട്ട് വരുന്ന വാഹനങ്ങൾക്ക് റൈറ്റ് ഓഫ് വേ, അവർക്ക് ആ വഴി കൊടുത്തതിന് ശേഷം മാത്രമേ മേളിൽ നിന്നും താഴോട്ട് വരുന്ന വാഹനങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനെയാണ് റൈറ്റ് ഓഫ് വേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം 1 വേ എടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡിലോട്ട് പോകുന്ന വാഹനങ്ങൾക്ക് റൈറ്റ് ഓഫ് വേ ആണ്, മറ്റേ വാഹനങ്ങൾക്ക് അതല്ല. അങ്ങനെ ആ ഒരു മീനിങ്ങിലാണ് ഈ റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത്. അതായത് ശരിയായ മുൻഗണനയുള്ള വിഭാഗം, അതാണ് റൈറ്റ് ഓഫ് വേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് 2 ടേം ഡ്രൈവർ എന്നും കാണാം, റൈഡർ എന്നും കാണാം അല്ലേ. ഡ്രൈവർ എന്ന് ഈ റെഗുലേഷൻ എടുക്കുമ്പോൾ 2 വാക്കുകൾ കാണാം, ഡ്രൈവർ അല്ലെങ്കിൽ റൈഡർ. എന്താണ് ഡ്രൈവറും റൈഡറും തമ്മിലുള്ള വ്യത്യാസം? ഡ്രൈവർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വാഹനം ഓടിക്കുന്നവരെ ഡ്രൈവർ എന്ന് പറയും. ഒരു കാർ ഓടിക്കുന്നയാളെ, ലോറി ഓടിക്കുന്നവരെ എല്ലാവരും ഡ്രൈവർ എന്ന് പറയും. പക്ഷേ റൈഡർ എന്ന് പറഞ്ഞാൽ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളെയാണ് നമ്മൾ പൊതുവെ റൈഡർ എന്ന് പറയുന്നത്. അതാണ് പല റെഗുലേഷൻ പറയുമ്പോഴും ഡ്രൈവറും റൈഡറും എന്ന് പറയുമ്പോൾ നമുക്ക് സംശയം തോന്നാം, ഇത് രണ്ടും സെയിം അല്ലേ? അത് വ്യത്യാസം വരുന്നത്, ഡ്രൈവർ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റു വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളെയും, റൈഡർ എന്ന് പറയുന്നത് ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളെയുമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി റോഡ് ഉപഭോക്താവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ആരും ആകാം. വണ്ടി ഓടിക്കുന്ന ആളാകാം, അല്ലെങ്കിൽ കാൽനട യാത്രക്കാരാകാം. അതേപോലെ റോഡ് ഉപയോഗിക്കുന്ന എല്ലാവരെയും കൂടെ പറയുന്നതാണ് റോഡ് ഉപഭോക്താവ് എന്ന്. അപ്പം റോഡ് ഉപഭോക്താവ് എന്ന് ഇനി ഈ ഒരു റെഗുലേഷനിൽ കണ്ടാൽ അതിൻ്റെ അർത്ഥം ആരുമാകാം. ഇനി റോഡ് യൂസ് ചെയ്യുന്ന ആരെയും റോഡ് ഉപഭോക്താവ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡെഫിനിഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, എങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കുമ്പം വേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനൊരു പോർഷൻ പറയുമ്പം നമ്മളിപ്പോൾ ഏത് ഡെഫിനിഷനിലാണോ അത് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് റെഗുലേഷനിലോട്ട് കയറാം. ഓരോ റെഗുലേഷനിലും ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള കുറേ പോയിന്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെഗുലേഷൻ 3 നോക്കുവാണെങ്കിൽ ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് റോഡ് ഉപഭോക്താക്കളോടും പൊതുജനങ്ങളോടുമുള്ള കടമ. ആരുടെ കടമയാണ്? ഡ്രൈവറുടെ കടമ. ഈ റെഗുലേഷൻ ഡ്രൈവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓരോ പോയിന്റും പറഞ്ഞിരിക്കുന്നത് ഡ്രൈവർ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഇതിലെ എന്താണോ പറയുന്നത് അത് ഡ്രൈവറെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. റോഡ് ഉപഭോക്താക്കളോടും പൊതുജനങ്ങളോടുമുള്ള കടമ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം ആരുടെ കടമയാണ്? ഡ്രൈവറുടെ കടമയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് തന്നെ പറയുന്നത് എന്താണ് പറയുന്നത്? ആദ്യത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ഇതാണ് മെയിനായിട്ട് ഈ ഒരു റെഗുലേഷനിൽ മൊത്തം പറയുന്ന കണ്ടൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഓരോ പോയിൻ്റായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഡ്രൈവർ കടമ കാണിക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ കടമ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്.
അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് മറ്റ് റോഡ് ഉപഭോക്താക്കൾ, ഡ്രൈവർ അല്ലാതെ കാൽനടയാത്രക്കാരാകാം, മറ്റു വാഹനം ഉപയോഗിക്കുന്നവരെ എല്ലാം പറയാം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള റോഡ് ഉപഭോക്താക്കളുടെ സുരക്ഷയെ അപകടപ്പെടുത്തുന്നതും അവർക്ക് അസൗകര്യം ഉണ്ടാക്കുന്നതുമായ രീതിയിൽ നമ്മൾ ഒരു വാഹനം റോട്ടിലോ പൊതുസ്ഥലത്തിലോ ഓടിക്കുകയോ നിർത്തിയിടുകയോ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. മറ്റൊരു റോഡ് ഉപഭോക്താവിന് അപകടമോ അല്ലെങ്കിൽ അയാൾക്ക് ബുദ്ധിമുട്ടോ ഉണ്ടാകുന്ന രീതിയിൽ നമ്മളൊരു വാഹനം ഓടിക്കുകയോ പാർക്ക് ചെയ്യുകയോ നിർത്തിയിടുകയോ ഒന്നും ചെയ്യരുത് എന്നാണ് റെഗുലേഷനിൽ ആദ്യമായിട്ട് പറയുന്ന കാര്യം. അപ്പോൾ അതാണ് ആ ഒരു റെഗുലേഷനിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത റെഗുലേഷൻ, ഇത് ചെറിയ റെഗുലേഷനാണ്, ജസ്റ്റ് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. റോഡ് ഉപഭോക്താക്കളോടുള്ള കടമ, ഇതാണ് ഇപ്പം നമ്മൾ പറഞ്ഞതാണ് ഡ്രൈവറുടെ കടമ എന്ന് പറയുന്നത്. ഇനി അടുത്തത് റെഗുലേഷൻ 4. ഞാൻ പോയിൻറ്റ്സ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പോയിൻറ്റും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. റെഗുലേഷൻ 4 എന്ന് പറയുന്നത് വാഹനങ്ങളുടെ റോഡ് ഉപയോഗം, ഓരോ വാഹനങ്ങളും റോഡിൽ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടാണ് റെഗുലേഷൻ 4 പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ആദ്യത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ഓരോ വാഹനത്തിനും അല്ലെങ്കിൽ ഓരോ വാഹനത്തിൻ്റെ കോമ്പിനേഷനിലും ഒരു ഡ്രൈവർ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വാഹനത്തിനും ഒരു ഡ്രൈവർ ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. ഏത് വാഹനം റോഡിലൂടെ ഓടിക്കുന്നുണ്ടെങ്കിലും അതിനൊരു ഡ്രൈവർ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചതല്ലേ, വാഹനം ഏത് വഴിയാണ് ഓടിക്കേണ്ടത്, റോഡ് വഴിയാണോ? അല്ല, ക്യാരിയേജ് വേയിലൂടെയാണ് ഓടിക്കേണ്ടത്. നമ്മളിനി അങ്ങനെ പറയുള്ളൂ അല്ലേ, ക്യാരിയേജ് വേ, അല്ലെങ്കിൽ നമ്മുടെ വാഹനം ഓടിക്കുന്ന സ്ഥലമാണ് ക്യാരിയേജ് വേ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വാഹനം ഏത് വഴിയാണ് ഓടിക്കേണ്ടത്, ക്യാരിയേജ് വേയിലൂടെ വേണം വാഹനം ഓടിക്കാൻ. ഇത് തന്നിട്ടുണ്ടല്ലേ, മുമ്പ് നടന്ന എക്സാമിന് ഈ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക. ക്യാരിയേജ് വേയിലൂടെയാണ് നമ്മൾ വാഹനം ഓടിക്കേണ്ടത് എന്ന് ഈ ഒരു റെഗുലേഷനിൽ പറയുന്നുണ്ട്. ഉചിതമായ സൈഡ് വഴി ഓടിക്കണം. അറിയാമല്ലേ, നമ്മുടെ വാഹനം ഓടിക്കുന്നതിന് ഒരു സൈഡ് പറയുന്നുണ്ടല്ലേ, ആ സൈഡ് വഴി തന്നെ വാഹനം ഓടിക്കണം. അപ്പോൾ ഏത് സൈഡാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഏത് സൈഡ് വഴിയാണ് വാഹനം ഓടിക്കേണ്ടത്? സാധാരണഗതിയിൽ നമ്മുടെ വാഹനം എപ്പോഴും ഒരു റോഡിൻ്റെ ഇടത് സൈഡ് വഴിയാണ് ഓടിക്കേണ്ടത്. എന്നിരുന്നാലും ഒരു സിഗ്നലോ അല്ലെങ്കിൽ ഒരു യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനോ നിർദ്ദേശിക്കുകയാണെങ്കിൽ, പറയുകയാണെങ്കിൽ ഇതുവഴി പൊക്കോളാൻ പറയുകയാണെങ്കിൽ നമുക്ക് വലതുവഴിയും വാഹനം ഓടിക്കാനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ ഇടത് വഴിയാണ് ഓടിക്കേണ്ടത്. എങ്കിലും ഉചിതമായൊരു സിഗ്നലോ ഒരു പോലീസുകാരനോ ഈ ഒരു പറയുവാണെങ്കിൽ, നിർദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് അതല്ലാതെ ഇടത് വഴിയല്ലാതെ അടുത്ത വലതു വഴി കൂടെ വാഹനം ഓടിക്കാനായിട്ടും അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും ഈ ഒരു പോയിന്റിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ റോഡിൻ്റെ ഇടത് സൈഡ് ചേർന്ന് പോവുകയും ഓപ്പോസിറ്റ് ഇടത് സൈഡ് ചേർന്ന് നമ്മളൊരു റോഡിൻ്റെ ഇടത് സൈഡ് ചേർന്ന് നമ്മൾ യാത്ര ചെയ്യുകയും നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് നമ്മുടെ വലത് സൈഡ് വഴി പോകാൻ അനുവദിക്കുകയും വേണം. ഓക്കെ, അറിയാവുന്ന പോയിൻ്റ് ആണല്ലോ. നമ്മൾ ഇടത് വഴി പോകണം, എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വലതു വഴി പോകാനുള്ള അവസരം നൽകുകയും വേണം. ഓക്കെ, ഇനി അടുത്തായിട്ടൊരു കാര്യം കൂടെ പഠിപ്പിക്കാം. ജസ്റ്റ് റെഗുലേഷനിൽ പറയുന്നതല്ല, ഇത് പറയാനായിട്ട് നമുക്ക് ഈ ഒരു കാര്യം ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഒരു വലിയ റോഡാണല്ലേ, ലൈൻ എന്നാണ് പറയുന്നത്. റോഡ് ലൈൻ, ഇങ്ങനെ പല ലൈനുകളായിട്ട്, ലൈൻ എന്നാണ് പറയുന്നതെങ്കിലും നമ്മൾ റോഡ് ലൈൻസ് എന്നല്ല പറയാറ്. ഇങ്ങനെ പല ലൈനായിട്ട് തിരിക്കാറുണ്ട്, ഇതിനെയാണ് ലൈൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ക്യാരിയേജ് വേ തന്നെ പല ലൈനുകളായിട്ട് തിരിക്കാറുണ്ട്. അതൊന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ഒരു ലൈനില്ലാതെ സാധാരണ റോഡുകളുണ്ട്, അല്ലെങ്കിൽ ക്യാരിയേജ് വേ ഉണ്ട്, അല്ലെങ്കിൽ പല മൾട്ടിപ്പിൾ ലൈനുള്ള ക്യാരിയേജ് വേകളും ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ മൾട്ടിപ്പിൾ ലൈനുള്ള, ഒത്തിരി ലൈനുകളുള്ള റോഡ് വഴിയിലൂടെ നമ്മൾ പല ലൈൻ വഴി വാഹനം ഓടിക്കാറുണ്ടല്ലേ. ഇടത് ലൈൻ തന്നെ കീപ്പ് ചെയ്യാറില്ല, പലപ്പോഴും പല ലൈൻ വഴി ഓടിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹെവി വാഹനങ്ങൾ അല്ലെങ്കിൽ വേഗത കുറച്ച് പോണ വാഹനങ്ങൾ മൾട്ടി ലൈനിലും എപ്പോഴും ഇടതുവശം വഴി, ഹെവി വാഹനങ്ങൾ എപ്പോഴും ഇടത് ലൈനിൽ വഴി വേണം ഓടിക്കാനായിട്ട്. മൾട്ടിപ്പിൾ ലൈനുകൾ ഉണ്ടെങ്കിലും ഹെവി വാഹനങ്ങൾ ഇടത് ലൈൻ വഴി വേണം ഓടിക്കാൻ. എന്നിരുന്നാലും അതിൻ്റെ ഫ്രണ്ടിൽ അതിലും പതുക്കെ പോണ ഒരു വാഹനമുണ്ടെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ഒരു ലൈൻ കട്ട് ചെയ്ത് ഫ്രണ്ടിലോട്ട് കയറാനായിട്ട് പറ്റും. അതിനുശേഷം വീണ്ടും ഇടത് ലൈനിലോട്ട് തന്നെ വരണം. അപ്പോൾ ഹെവി വാഹനങ്ങളുടെ കാര്യത്തിൽ പറയുമ്പോൾ എപ്പോഴും ഇടത് ലൈൻ ചേർത്താണ് ഹെവി വാഹനങ്ങൾ ഓടിക്കേണ്ടതെന്നുള്ളൊരു പോയിൻ്റ് കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. അടുത്തത് വൺ വേ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തോട്ട് മാത്രം വാഹനം ഓടിക്കാനായിട്ട്
തയ്യാറാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നിർദ്ദേശിച്ചിരിക്കുന്ന റോഡുകൾ. ഇപ്പോൾ ഒരു റോഡ് വൺ വേ ഈ സൈഡിലോട്ട് വൺ വേ ആണെങ്കിൽ തിരിച്ച് ഈ സൈഡിലോട്ടൊരു വാഹനം ഓടിക്കാനായിട്ട് പാടില്ല. അതാണ് വൺ വേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വൺ വേയിലൂടെ നിർദ്ദേശിച്ചിരിക്കുന്ന സ്ഥലത്തോട്ട് മാത്രം വാഹനം ഓടിക്കുക, അതും ഇതിനകത്ത് പറയുന്നുണ്ട്. വൺ വേയിലൂടെ ഏത് സ്ഥലത്തോട്ടാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ആ സ്ഥലത്തോട്ട് മാത്രം, ആ ഒരു സൈഡിലോട്ട് മാത്രം അല്ലെങ്കിൽ ആ ഒരു ദിശയിലോട്ട് മാത്രം വാഹനം ഓടിക്കുക. ഇനി അടുത്തതായിട്ട് പറയുന്നത് ട്രാഫിക്കിനെതിരെ വാഹനം ഓടിക്കരുതെന്നാണ് പറയുന്നത്. ഈ ട്രാഫിക്കിനെതിരെ വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു റോഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു 2 ക്യാരേജ് വേ, ഇങ്ങോട്ട് പോണ വാഹനമുണ്ട്, ഇങ്ങോട്ട് പോണ വാഹനമുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഒരു മൾട്ടിപ്പിൾ ലൈനുള്ള ഒരു വാഹനം എടുക്കുവാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു റോഡ് എടുത്തു കഴിഞ്ഞാൽ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഈ സൈഡ് വഴി അങ്ങോട്ടുള്ള വാഹനം പോവും, ഈ സൈഡ് വഴി ഇങ്ങോട്ടുള്ള വാഹനം പോവും. അപ്പോൾ ഇതിൻ്റെ ട്രാഫിക്കിൻ്റെ ഒഴുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ ഈ ഒരു ലെഫ്റ്റ് ലൈൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഇപ്പം നമ്മൾ അങ്ങോട്ടാണ്, ആ ദിശയിലോട്ടാണ് വാഹനത്തിൻ്റെ ട്രാഫിക് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങോട്ടുള്ള സൈഡ് എടുക്കുകയാണെങ്കിൽ വാഹനങ്ങൾ സാധാരണഗതിയിൽ ഇങ്ങോട്ടാണ് ഓടുന്നത്. അപ്പോൾ ഈ ഒരു ട്രാഫിക്കിനെതിരായിട്ട് ഈ സൈഡ് വഴി ഒരു വാഹനം ഇങ്ങോട്ട് ഓടിക്കുകയോ അല്ലെങ്കിൽ തള്ളിക്കൊണ്ട് പോകുകയോ അല്ലെങ്കിൽ ഉന്തിക്കൊണ്ട് പോവുകയോ അതേപോലെ വലിച്ചുകൊണ്ട് പോവുകയോ അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഒരു സിഗ്നൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ നിർദ്ദേശിച്ചാൽ അത് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സാധാരണഗതിയിൽ ട്രാഫിക്കിനെതിരെ ഓടിക്കരുത്. ട്രാഫിക് എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് മനസ്സിലായല്ലോ. സാധാരണ ഏത് ദിശയിലോട്ടാണോ വാഹനം പോകുന്നത് അതാണ് ട്രാഫിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ദിശ. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് വാഹനം ഉന്തുകയോ തള്ളുകയോ ഓടിക്കുകയോ ചെയ്യരുത്. അതേപോലെ തന്നെ ഇപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ വൺ വേയിലൂടെ ഈ ഒരു സൈഡിലോട്ടാണ്, അങ്ങോട്ടാണ് ട്രാഫിക്. ഓക്കെ, ഇങ്ങോട്ട് പോകണ വൺ വേ ആണ്, ഇങ്ങോട്ട് വൺ വേയിലോട്ട് വാഹനം വരാൻ പറ്റാത്ത സൈഡാണ് ഈ കാണുന്നത്. ഈ സൈഡിലോട്ട് വാഹനം വരാൻ പാടില്ല, ഈ സൈഡാണ് വൺ വേ ഓടേണ്ട സൈഡ്. അപ്പോൾ ഈ ഇങ്ങോട്ട് എല്ലാ വാഹനവും പോകുവാണ്. നമ്മളിപ്പം റെഗുലേഷനിൽ പറഞ്ഞാൽ ഇങ്ങോട്ട് വാഹനം ഓടിക്കരുതെന്ന്. ഓടിക്കാതെ തള്ളിക്കൊണ്ട് പോകുന്ന ആളുകളെ കാണാറുണ്ടല്ലേ. അപ്പോൾ അതും ട്രാഫിക്കിനെതിരെ, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഉന്തുകയോ തള്ളുകയോ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ഓടിച്ചാൽ മാത്രമല്ല അത് നിയമവിരുദ്ധമാകുന്നത്, ഉന്തിയാലും തള്ളിയാലും എല്ലാം അത് നിയമവിരുദ്ധമാണെന്നുള്ള കാര്യവും കൂടെ ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് അങ്ങനെ ആ പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോട്ട് വായിക്കുമ്പോൾ അതിനകത്ത് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഈ പോയിന്റുകൾ പറയുന്നതനുസരിച്ച് അതുകൂടെ വായിക്കുമ്പോൾ ഓർത്തോണം. അങ്ങനെ കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ, ഉന്തുകയോ തള്ളുകയോ ചെയ്യരുതെന്ന് കൊടുത്തേക്കുന്ന കാരണം ഇങ്ങനെ ചെയ്യാറുണ്ട്. ഈ വൺ വേ വഴി നമ്മൾ പോകുമ്പോൾ കാണാം, ഓടിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് എന്ത് ചെയ്യും, സൈഡ് ചേർത്ത് തള്ളിക്കൊണ്ട് പോകും. അപ്പോൾ അത് എതിരാണ്, നമ്മുടെ ട്രാഫിക് ഇങ്ങോട്ടാണ്, അതിനെതിരായിട്ടാണ് തള്ളുന്നത്. അതും സെയിം ഒഫൻസ് തന്നെയാണ്. നമ്മൾ വാഹനം ഓടിക്കുന്നതും തള്ളിക്കൊണ്ട് പോകുന്നതും സെയിം ആയിട്ടുള്ള ഒഫൻസ് തന്നെയായിട്ട് വരും. ഓക്കെ, പിന്നെ റിവേഴ്സിങ്ങിനെ പറ്റിയിട്ട് ഒരു പോയിന്റ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ഡ്രൈവർ ഒരു വാഹനം റിവേഴ്സ് എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ, അപ്പം തന്നെ നമ്മുടെ വാഹനം നിർത്തുക, അല്ലാതെ അതിൻ്റെ അടുത്തോട്ട് പോകരുത്. ആ വാഹനം പുറകോട്ടുള്ള മൂവ്മെൻറ്റ് നിൽക്കുന്നതും വരെ നമ്മുടെ ആ വാഹനത്തിൻ്റെ അടുത്തോട്ട് വാഹനം കൊണ്ടുപോകാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. റിവേഴ്സ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഒരിക്കലും ആ റിവേഴ്സ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നിർത്തി കൊടുക്കുക. ഇപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു ലോജിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു റോഡാണ്, അതിലെ കൂടെ ഇങ്ങോട്ട് വാഹനം ഒരു റിവേഴ്സ് വരുവാണെങ്കിൽ നമ്മളിവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആ വാഹനം, നമ്മുടെ വാഹനം അവിടെ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഒരു വാഹനം റിവേഴ്സ് നിൽക്കുന്നിടം വരെ ആ ഒരു വാഹനത്തിൻ്റെ അടുത്തോട്ട് ചെന്ന് അപകടം ഉണ്ടാകുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലോ ചെയ്യരുത് എന്നും ഈ ഒരു റെഗുലേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റെഗുലേഷൻ 4 പറയുന്നത്. ജസ്റ്റ് ഇത്ര മനസ്സിലായെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നോട്ടൂടെ വായിച്ച് നോക്കുമ്പോഴത്തേന് ക്ലിയർ ആയിക്കോളും. ഇപ്പോൾ റെഗുലേഷൻ വായിക്കുമ്പോൾ എപ്പോഴും ഒറ്റത്തവണയൊന്നും വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി എന്ന് തോന്നുമെങ്കിലും ഇത് നമ്മൾ കൃത്യമായിട്ട് വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിൽ ഉറപ്പിച്ചില്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരുമ്പം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും തീർച്ച. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അത് 2-3 തവണ പലതവണയായിട്ട് പലപ്പോഴായിട്ട് റിവിഷൻ ചെയ്ത് വായിക്കുക. ഇത് ജസ്റ്റ് കാണാൻ പഠിക്കാനൊന്നും ഇല്ല, ജസ്റ്റ് വായിച്ച് വിടുക, കാര്യങ്ങൾ മനസ്സിലാക്കി വായിച്ച് വിടുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് റെഗുലേഷൻ 5 റെഗുലേഷൻ 5 ഡ്രൈവറുടെയും റൈഡറുടെയും ചുമതല. കണ്ടോ, ഞാൻ പറഞ്ഞല്ലേ ഡ്രൈവർ റൈഡർ എന്ന് പല സ്ഥലത്തും കാണാം. അപ്പം നമുക്ക് മനസ്സിലാക്കണം ഡ്രൈവർ ആരാണ് റൈഡർ ആരാണെന്ന് നമ്മൾ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞല്ലേ. അപ്പം ഡ്രൈവറുടെയും റൈഡറുടെയും ചുമതലയാണ് ഈ റെഗുലേഷൻ 5 പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ് വീതം നോക്കാം. ആദ്യത്തെ എല്ലാവർക്കും അറിയാവുന്ന പോയിൻ്റാണ്, ഒരു ഡ്രൈവറോ എപ്പോഴും എന്താണ്, വാഹനം ശ്രദ്ധയോടുകൂടി ഡ്രൈവ് ചെയ്യണം. നല്ല ശ്രദ്ധയോടുകൂടി എതിരെയുള്ള വാഹനങ്ങളെയും മുമ്പിലുള്ള വാഹനങ്ങളെയും റോഡ് സിഗ്നലുകളെയും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നല്ല ശ്രദ്ധയോടുകൂടി വാഹനം ഡ്രൈവ് ചെയ്യണം, അല്ലെങ്കിൽ അത് പറ്റും അപകടങ്ങൾ ഉണ്ടാകും.
ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡ്രൈവർ എപ്പോഴും ശാരീരികവും മാനസികവുമായി കഴിവുകളിൽ പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരിക്കണം. അപ്പോൾ ശാരീരികമായിട്ട് നമുക്ക് വാഹനം ഓടിക്കുന്നതിൽ ഒരു നിയന്ത്രണം ഉണ്ടാകണം. അത് മാത്രം പോരാ, മാനസികമായിട്ട് ഇപ്പം നമ്മൾ വഴി കൂടെ ഒരാൾ പോണ കാണുമ്പോൾ അയാളെ വായി നോക്കുക, അല്ലെങ്കിൽ വഴിയിൽ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുമ്പോൾ അതിലോട്ട് നമ്മുടെ ശ്രദ്ധ, മാനസികമായിട്ടുള്ള ശ്രദ്ധ അങ്ങോട്ട് പോകുകയോ ഒന്നും ചെയ്യരുത്. ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ കഴിവുകൾക്കും നമുക്ക് പൂർണ്ണ നിയന്ത്രണം ഉണ്ടാക്കണം. വാഹനം ഓടിക്കുകയാണ്, നമ്മളിപ്പോൾ അതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഏർപ്പെടരുത് എന്നൊരു ചിന്ത, അങ്ങനെ വാഹനം ഓടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമതായിട്ട് നിരീക്ഷണ ബോധം എന്ന് പറയാവുന്ന ഒരു സാധനം. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വാഹനം ഓടിക്കുമ്പോഴത്തേന് കൃത്യമായി നിരീക്ഷിക്കണം. എതിരെ വരുന്ന വാഹനങ്ങൾ, ട്രാഫിക് സിഗ്നലുകൾ, അതേപോലെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ നിയന്ത്രണത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിങ്ങിനെ എന്തെങ്കിലും തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുകയോ ചെയ്യാനായിട്ട് സാധിക്കണമെന്നും ഇതിനകത്തൊരു പോയിന്റ് പറയുന്നുണ്ട്. അതാണ് നിരീക്ഷണ ബോധം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായി നിരീക്ഷിക്കാനും അതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും നമുക്ക് ഈ ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാതെ പഠിച്ച് ഇന്നതേ ചെയ്യാവൂ എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ നമുക്കൊരു തെറ്റ് ചെയ്താലായിരിക്കും ചിലപ്പോൾ ഒരു അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുന്നത്. അതാണ് ഈ ഒരു നിരീക്ഷണ ബോധം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താണോ ചെയ്യേണ്ടത് ആ ടൈമിൽ, ഒരു അപകടം ഉണ്ടാകാതിരിക്കാനോ അല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോഴോ നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ആംബുലൻസിന് സ്ഥലം കൊടുക്കണം, നമ്മൾ ഇടത് ലൈനിലോട്ട് വലത് ലൈനിലോട്ട് നമ്മൾ കയറരുതെന്നാണ് നിയമം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അതാണ് നിരീക്ഷണ ബോധം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് എന്ത് പറ്റും, ചില നിയമങ്ങൾ ലംഘിക്കേണ്ടതായിട്ട് വരും, ചില അത്യാവശ്യ ഘട്ടങ്ങൾ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെയാണ് നിരീക്ഷണ ബോധം എന്നുകൊണ്ട് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പം പല രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് ചോദിക്കാം. ഇനി അടുത്തത് മുൻഗണനാ വിഭാഗക്കാർക്ക് എപ്പോഴും മുൻഗണന നൽകണം. ആരാണ് മുൻഗണനാ വിഭാഗക്കാർ? റോഡിലെ മുൻഗണനാ വിഭാഗക്കാർ ആരൊക്കെയാണെന്ന് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കുക. കാൽനട യാത്രക്കാർ, സൈക്കിൾ യാത്രക്കാർ, കുട്ടികൾ, പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ഇവരൊക്കെയാണ് വാഹനത്തിൽ റോഡ് വഴിയുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരു ഡ്രൈവർ മുൻഗണന നൽകേണ്ട വിഭാഗക്കാർ. ഇതൊക്കെയാണ്. ആരൊക്കെയാണ്? സൈക്കിൾ യാത്രക്കാരുണ്ട്, കാൽനട യാത്രക്കാരുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, ഭിന്നശേഷിക്കാരുണ്ട്. ഇവർക്കൊക്കെ എപ്പോഴും മുൻഗണന നൽകുക. ഇപ്പം ജസ്റ്റ് നമ്മളൊരു സീബ്ര ക്രോസിൻ്റെ അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ കാൽനട യാത്രക്കാർക്ക് അല്ലെങ്കിൽ ഒരു റോഡ് എവിടെ മുറിച്ച് കിടക്കാനായിട്ട് ഒരാൾ നിൽക്കുന്നു, എപ്പോഴും റോഡ് മുറിച്ച് കിടക്കുന്ന ആൾക്കാണ് മുൻഗണന. അപ്പോൾ അല്ലെങ്കിൽ റോഡ് ഉപഭോക്താവ് അല്ലെങ്കിൽ കാൽനട യാത്രക്കാർ, അവർക്കൊക്കെയാണ് എപ്പോഴും നമ്മുടെ റോട്ടിൽ മുൻഗണന. വാഹനം ഓടിക്കുന്നവർക്കല്ല മുൻഗണന എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ മുൻഗണനാ വിഭാഗക്കാർക്ക് മുൻഗണന നൽകുക. അവരെന്താണോ പ്രവൃത്തി ചെയ്യാൻ പോണത്, റോഡ് ക്രോസ് ചെയ്യാനാണെങ്കിൽ അവർ ക്രോസ് ചെയ്യുന്നത് വരെ നമ്മൾ അവിടെ വാഹനം നിർത്തി അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് തടസ്സങ്ങൾ ഉണ്ടാക്കരുത്. നമ്മുടെ വാഹനം കൊണ്ട് മറ്റൊരാൾക്ക് തടസ്സം ഉണ്ടാക്കരുത്. നമ്മൾ വാഹനം ഒരു റോട്ടിൽ അനാവശ്യമായിട്ട് പാർക്ക് ചെയ്യുന്നതുകൊണ്ട് വാഹനങ്ങൾ ഓടുന്നതിൽ തടസ്സം ഉണ്ടാകുക, അല്ലെങ്കിൽ നമ്മുടെ വാഹനം ഒരു പ്രോപ്പർട്ടി, ഒരു മതിലിൻ്റെ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഈ വാഹനം പാർക്ക് ചെയ്തിരുന്നു, ആ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള ഒരാൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതേപോലെ തടസ്സങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ തടസ്സങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ വാഹനങ്ങൾ ഓടിക്കുകയോ നിർത്തിയിടുകയോ ചെയ്യരുത്. ഇനി അടുത്തത്, ഏതെങ്കിലും യാത്രക്കാരാലോ മൃഗങ്ങളാലോ അല്ലെങ്കിൽ വാഹനത്തിലെ ചരക്ക് ഉപകരണം എന്നിവയാലോ വാഹനത്തിൻ്റെ കണ്ടീഷനാലോ നമ്മുടെ കാഴ്ചയോ കേൾവിയോ കുറവ് സംഭവിക്കുന്നില്ല എന്ന് ഡ്രൈവർ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ചരക്കുകൾ കൊണ്ടുപോകുമ്പോൾ, ചില വാഹനത്തിൽ നിന്നൊക്കെ ചരക്ക് കൊണ്ടുപോകുമ്പോൾ ഗ്ലാസിൻ്റെ ഫ്രണ്ടിലോട്ട് തള്ളി നിന്ന് നമ്മുടെ നമ്മുടെ കാഴ്ചയെ പരിമിതപ്പെടുത്തുക. അതേപോലെ തന്നെ വാഹനത്തിൻ്റെ എന്തെങ്കിലും തകരാറ് മൂലം ഭയങ്കരമായ സൗണ്ട് ഉണ്ടാകുകയും പുറകിൽ വരുന്ന അല്ലെങ്കിൽ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ ശബ്ദങ്ങളോ മറ്റ് ശബ്ദങ്ങളോ കേൾക്കാത്ത രീതിയിൽ അത് തടസ്സങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ വാഹനം ഓടിക്കാതെ ഇരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഡ്രൈവർ കാർ പോലെയുള്ള വാഹനങ്ങളാണെങ്കിൽ, സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ട വാഹനങ്ങളാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിക്കുകയും കൂടെയുള്ളവരെ അത് ധരിച്ചിട്ടില്ലെങ്കിൽ ധരിപ്പിക്കാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യേണ്ടത് ഒരു ഡ്രൈവറിൻ്റെ ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ ഒരു 2 വീലർ ആണെങ്കിൽ റൈഡറും കൂടെയുള്ള സഹയാത്രികനും ഹെൽമറ്റ് വെക്കുകയും ചെയ്യേണ്ടത് ഈ ഡ്രൈവറുടെ അല്ലെങ്കിൽ റൈഡറുടെ കടമയായിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്തത് ചൈൽഡ് റിസ്ട്രെയിൻ സംവിധാനം. പലപ്പോഴും ചോദിക്കുന്നതാണ് ചൈൽഡ് റിസ്ട്രെയിൻ സംവിധാനം എന്താണ്? ചൈൽഡ് റിസ്ട്രെയിൻ സംവിധാനം,
ചൈൽഡ് റിസ്ട്രെയിൻ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറ് അല്ലെങ്കിൽ അതേപോലെയുള്ള വാഹനങ്ങളിൽ കുഞ്ഞു കുട്ടികളെ പിടിച്ചിരിക്കാനായിട്ട് സ്വന്തമായിട്ട് പിടിച്ചിരിക്കാനോ സീറ്റ് ബെൽറ്റ് ഇടാനോ സാധിക്കാത്ത കുഞ്ഞുങ്ങളെ ഇരുത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള പ്രത്യേകതരമായിട്ടുള്ള സീറ്റിംഗ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് നമ്മൾ അഡീഷണൽ ആയിട്ട് വെക്കുന്ന ഒരു സംഭവമാണ് ചൈൽഡ് റിസ്ട്രെയിൻ സിസ്റ്റം. അതിനെ പറ്റിയിട്ട് നമുക്ക് CMVR പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിഗറൊക്കെ കാണിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതെല്ലാവരും കാണുന്ന സാധനമാണ്, അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകും പെട്ടെന്ന് തന്നെ. അപ്പോൾ അതാണ് ചൈൽഡ് റിസ്ട്രെയിൻ സിസ്റ്റം. ചൈൽഡ് റിസ്ട്രെയിൻ സംവിധാനമുള്ള വാഹനത്തിൽ ആ ഒരു കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനത്തിൽ ആ ചൈൽഡ് സിസ്റ്റം ഉണ്ടായിരിക്കേണ്ടതും ആ ചൈൽഡ് സിസ്റ്റത്തിൽ ഇരുത്തി തന്നെ കുട്ടികളെ കൊണ്ടുപോകേണ്ടതുമാണെന്ന് ഈ ഒരു പോയിന്റിൽ പറയുന്നു. ഓക്കെ, ചൈൽഡ് റിസ്ട്രെയിൻ സിസ്റ്റം കുട്ടികളെ ഇരുത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ്. അതുള്ള വാഹനങ്ങളിൽ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ ആ ഒരു സംവിധാനം ആഡ് ചെയ്യുകയും കുട്ടികളെ അതിലിരുത്തിക്കൊണ്ട് പോകുകയും വേണം. ഇനി അടുത്തത് ഹെൽമെറ്റ് ധരിക്കണം. അപ്പം ഹെൽമെറ്റ് ധരിക്കുക. ഈ ഒരു പോയിന്റ് നമ്മളെ നോട്ടിനകത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരും, ഇങ്ങനെയായിരിക്കും കൊടുത്തിരിക്കുന്നത്: വാഹനത്തിൻ്റെ റൈഡറും അതേപോലെ തന്നെ വാഹനത്തിൻ്റെ റൈഡർ അല്ലെങ്കിൽ പീലിയൻ റൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ പുറകിൽ ഇരിക്കുന്ന ഒരു ബൈക്കാണെങ്കിൽ ബൈക്കിൻ്റെ പുറകിലിരിക്കുന്നയാളാണ്, സഹയാത്രികനാണ്. ബൈക്കിൽ സഹയാത്രികനെയാണ് പീലിയൻ റൈഡർ എന്ന് പറയുന്നത്. റൈഡർ വാഹനം ഓടിക്കുന്നയാൾ, പീലിയൻ റൈഡർ പുറകിലിരിക്കുന്നയാൾ, പിന്നെ സൈഡ് കാറിലിരിക്കുന്നയാൾ ഹെൽമെറ്റ് വെക്കണം. ഇങ്ങനെയാണ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വായിക്കുമ്പോൾ ഓർക്കും കാറിൻ്റെ സൈഡിലിരിക്കുന്നയാൾ എന്തിനാണ് ഹെൽമെറ്റ് വെക്കുന്നതെന്ന് ഓർക്കും അല്ലേ. അപ്പം അത് അറിഞ്ഞിരിക്കുക. റൈഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി, വാഹനം ഓടിക്കുന്നയാൾ. പീലിയൻ റൈഡർ എന്ന് പറഞ്ഞാൽ പുറകിലിരിക്കുന്നയാൾ. പിന്നെ എന്താണ് സൈഡ് കാറിലിരിക്കുന്നയാൾ ഹെൽമെറ്റ് വെക്കണമെന്ന് പറയുന്നത്? സൈഡ് കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പം സാധാരണ രീതിയിൽ നമ്മൾ കാണാറില്ല. പണ്ട് നമ്മുടെ ഹലോ എന്ന സിനിമയ്ക്കകത്തൊക്കെ കാണാം അല്ലേ, അവൻ്റെ വാഹനത്തിൽ ഘടിപ്പിച്ചേക്കുന്ന ഒരു സംഭവം. അതിനകത്ത് ജഗതിനെ ഇരുത്തിക്കൊണ്ട് പോകാനായിട്ട്, കാല് വയ്യാത്ത ജഗതിനെ ഇരുത്തിക്കൊണ്ട് പോകാനായിട്ട് ഒരു ചെറിയൊരു ഇരിക്കാനുള്ള ഒരു സംവിധാനം, അതിനെയാണ് സൈഡ് കാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സൈഡ് കാറിൽ ഇരിക്കുന്നയാളും ഹെൽമെറ്റ് വെക്കണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അല്ലെങ്കിൽ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് ഹെൽമെറ്റ് വെക്കുക എന്നാണ് ഇതിനകത്ത് ഓർമ്മിപ്പിക്കുന്നത്. ഇനി അടുത്തത് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം. പല വാഹനങ്ങളിലും മ്യൂസിക് സിസ്റ്റങ്ങളുണ്ടല്ലേ. കാർ മുതൽ ടൂറിസ്റ്റ് ബസ്സുകൾ പോലെയുള്ള എല്ലാ വാഹനങ്ങളും മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നമുക്ക് പ്രവർത്തിക്കാനായിട്ട് അനുവാദമുണ്ട്. അപ്പോൾ അത് പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ കേൾവിയെയോ അല്ലെങ്കിൽ നമ്മുടെ യാത്രയെയോ ഡ്രൈവറിൻ്റെ കോൺസെൻട്രേഷനെയോ ബാധിക്കുന്ന രീതിയിൽ ആ മ്യൂസിക് സിസ്റ്റം പ്രവർത്തിക്കാനായിട്ട് പാടില്ല. അനുവദനീയമായ രീതിയിലുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുകയും ചെയ്യാവുള്ളൂ. കൂടുതലായിട്ട് ഡിസ്റ്റർബ് വരുന്ന രീതിയിലുള്ള ഹെവി ആയിട്ടുള്ള സിസ്റ്റംസ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ സൗണ്ട് കൂടുതലായിട്ടുള്ള സംവിധാനം ഉപയോഗിക്കുകയോ ചെയ്യരുത്. ഇനി അടുത്ത് പലയിടത്തും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുക്കുമ്പോൾ റൂട്ട് നാവിഗേഷൻ എന്ന് കാണാനായിട്ട് സാധിക്കും. ഈ റൂട്ട് നാവിഗേഷൻ എന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ ഗൂഗിൾ മാപ്പ് പോലെയുള്ള റൂട്ടുകൾ കാണാനായിട്ടുള്ള സംവിധാനങ്ങളെയാണ് റൂട്ട് നാവിഗേഷൻ എന്ന് ഉപയോഗിക്കുന്നത്. ഗൂഗിൾ മാപ്പ് പോലെയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനുള്ള പല സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണമാണ് ഗൂഗിൾ മാപ്പ് പോലെയുള്ള സാധനങ്ങൾ നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ അത് ഉപയോഗിക്കാനായിട്ടുള്ള അനുവാദമുണ്ട്. റൂട്ട് നാവിഗേഷൻ നോക്കി വാഹനം ഓടിക്കാനായിട്ട് സാധിക്കും. അതല്ലാതെ മറ്റ് ചലിക്കുന്ന ദൃശ്യങ്ങളോ അല്ലെങ്കിൽ സിനിമകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോകളോ അതൊന്നും നോക്കി വാഹനം ഓടിക്കാനായിട്ട് സാധിക്കത്തില്ല. റൂട്ട് നാവിഗേഷൻ നോക്കിക്കൊണ്ട് നമുക്ക് വാഹനം ഓടിക്കാം. അത് നോക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഡ്രൈവിങ്ങിന് തടസ്സപ്പെടാത്ത രീതിയിൽ റൂട്ട് നാവിഗേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാഹനം ഓടിക്കാം. അതല്ലാതെ മറ്റ് ചലിക്കുന്ന ദൃശ്യങ്ങളെയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മൊബൈൽ ഉപയോഗമോ അതൊന്നും പാടില്ല. പിന്നെ അടുത്തത് ലഹരി. ഒരു ഡ്രൈവർ വാഹനം ഓടിക്കുന്ന സമയത്ത് മദ്യം, മയക്കമരുന്ന്, സിഗരറ്റ് അതേപോലെയുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇനി അടുത്തത് സാങ്കേതിക തകരാറുണ്ടായാൽ രണ്ട് രീതിയിൽ അത് പറയാം അല്ലേ. ഒന്ന്, നമ്മൾ വാഹനം ഓടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാകാം വാഹനത്തിൻ്റെ ഒരു സാങ്കേതിക തകരാറുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ യാത്ര ചെയ്യാതെ അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ വാഹനം ഓടിക്കാതെ ഇരിക്കുക. പിന്നെ രണ്ട്, നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം മനസ്സിലാകുന്നത് വാഹനത്തിനൊരു തകരാറുണ്ട്. എന്തെങ്കിലും എന്ത് ചെയ്യണം? എവിടെ വെച്ചാണോ ആ ഒരു സംഭവം മനസ്സിലാകുന്നത് അവിടെ വെച്ച് തന്നെ യാത്ര നിർത്തുക. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ വാഹനത്തിൻ്റെ സാങ്കേതിക തകരാറുള്ളപ്പം കാര്യങ്ങൾ ചെയ്യാം. അടുത്ത പോയിന്റ്, മോട്ടോർ സൈക്കിളും 3 വീലറും ഓടിക്കുമ്പോഴുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇത് എക്സാമിന് അതേപോലെ ചോദിച്ചതാണ്. അതായത് ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത അല്ലെ, ഒരു സൈക്കിളിൻ്റെ ഒരു മോട്ടോർ സൈക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് സ്കൂട്ടറിൻ്റെ ബൈക്കിൻ്റെ ഒക്കെ പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ ഒരാൾ ആ ഒരു വാഹനത്തിനെ സൈലൻസറെ ചവിട്ടി തള്ളിക്കൊണ്ട് പോകാറുണ്ട്. അതേപോലെ തന്നെ 3 വീലറുകളിൽ പിടിച്ചിരുന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 2 വീലറിൽ ഇരിക്കുന്നയാൾ 3 വീലറിൽ പിടിച്ചിട്ട് അതിൻ്റെ കൂടത്തിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ
പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഒരു മോട്ടോർ വാഹനം ഓടിക്കുമ്പോഴോ 3 വീലർ ഓടിക്കുമ്പോഴോ ഒക്കെ ഇതേപോലെ വേറൊരു വാഹനത്തെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തള്ളിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ള പ്രവണതകൾ കാണിക്കരുത്. പിന്നെ മലയോര റോഡുകളിലെ ഡ്രൈവിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അല്ലേ, റൈറ്റ് ഓഫ് വേ പറഞ്ഞപ്പം പറഞ്ഞിട്ടുണ്ട്. മുകളിലോട്ട് കയറിപ്പോണ ആൾക്കാണ് എപ്പോഴും മുൻഗണന. ഒരു വാഹനം മുകളിലോട്ട് കയറ്റത്തിലോട്ട് അല്ലെങ്കിൽ മലയോര റോഡുകളെന്ന് ഉദ്ദേശിക്കുന്നത് കയറ്റമാണ്, കയറ്റം ഇറക്കം, ആ സംഭവത്തിനെയാണ് മലയോര റോഡുകളെന്ന് പറയുന്നത്. എപ്പോഴും മേളിലോട്ട് പോണ വാഹനങ്ങൾക്ക് താഴോട്ട് വരുന്ന വാഹനങ്ങൾ മുൻഗണന നൽകണം എന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു അധികാരികളുടെ നിർദ്ദേശമില്ലാതെ അല്ലെങ്കിൽ അവരുടെ ഈ നിർദ്ദേശിച്ചിരിക്കുന്ന അധികാരികൾ, മോട്ടോർ വാഹന വകുപ്പാകാം, അതേപോലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലോ, അവരുടെ അനുമതി ഇല്ലാതെ ഒരു സാധനങ്ങളോ സേവനങ്ങളോ വാഹനം വഴി നൽകുകയോ അല്ലെങ്കിൽ വാഹനത്തിൽ മറ്റ് പരസ്യങ്ങൾ അനുവാദമില്ലാതെ ഒട്ടിക്കുകയോ ചെയ്യരുത്. ഒരു വാഹനത്തിൽ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളോ സേവനങ്ങളോ നൽകുക, എന്തെങ്കിലും സേവനങ്ങൾ നൽകുക അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കുക, അതേപോലെയുള്ള അനുമതിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയോ ആ വാഹനത്തിൽ ഒരു അനുമതിയില്ലാതെ പരസ്യങ്ങൾ അടിക്കുകയോ ചെയ്യരുത് എന്നും ഈ ഒരു ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് റെഗുലേഷൻ 5 പറയുന്നത്. അപ്പം റെഗുലേഷൻ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ സെക്ഷനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പോൾ ഇന്ന് പഠിച്ചതിൻ്റെ നോട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കണ്ടതിന് ശേഷം അത് വായിച്ച് നോക്കി എല്ലാവരും പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.